Hi friends, it's CP here. നമ്മൾ ഇതൊരു യൂട്യൂബ് ടിപ്പ് വീഡിയോ ആണ്. അപ്പോൾ സാധാരണ നമ്മൾ യൂട്യൂബിൽ പല ചാനലുകളും സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ കാണുക വീഡിയോസ് എല്ലാം. അപ്പോൾ അങ്ങനെ ചാനൽ സെർച്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചാനലിന് കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സെർച്ചബിൾ ആവും. പിന്നീട് മറ്റുള്ളവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചാനലിൽ ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എല്ലാവരും ചാനൽ നെയിമാണ് നമ്മൾ കൊടുക്കുക. വീഡിയോ ലിങ്കിന് പകരം ചാനൽ നെയിമാണ് സാധാരണഗതിയിൽ കൊടുക്കുക. അപ്പൊ ചാനൽ അങ്ങനെ പലരും പലവട്ടം സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ സെർച്ച് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് ഒരുപാട് ഓർഗാനിക് വ്യൂസ് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് അതുക്കും മേലെയാണ്. സാധാരണ ചാനൽ സെർച്ചിനെക്കാട്ടും അപ്പുറത്തായിട്ട് ഗൂഗിളിന്റെ അൽഗോരിതത്തിനെ യൂട്യൂബിന്റെ അൽഗോരിതത്തിനെ ഹാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മുടെ ചാനലിന് ഒരു സെർച്ച് കീ വേണം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് സെർച്ച് കീ വേണം. അപ്പോൾ സെർച്ച് കീ എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഞാൻ എൻ്റെ ചാനലിന്റെ ഒരു വീഡിയോയുടെ സെർച്ച് കീ ആണ് ടൈപ്പ് ചെയ്യുന്നത്. നോക്കൂ, ഞാൻ ഷക്കീല എന്ന ഷോർട്ട് ഫിലിമിന്റെ റിവ്യൂ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ സെർച്ച് കീ ആണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്, ഷക്കീല ഷോർട്ട് ഫിലിം റിവ്യൂ. അപ്പോൾ നമ്മൾ അത് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ സെർച്ച് കൊടുക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ അതിലൊരു ഹാഷ് ടാഗും വെച്ചിട്ടുണ്ട്, #Pintopaulc എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൂടി ചേർത്തിട്ട് നമ്മൾ ഇതാണ് എൻ്റെ ആ വീഡിയോന്റെ സെർച്ച് കീ. അപ്പൊ ഈ സെർച്ച് കീ വെച്ചിട്ടാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അത് സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾ നോക്കണം. കണ്ടോ, ഫസ്റ്റിൽ തന്നെ ആ വീഡിയോ വന്നു. ഈ മോളിൽ കാണുന്ന കേരളത്തിൽ വീണ്ടും ഷക്കീല തരംഗം എന്ന് പറയുന്ന വീഡിയോ ആണ് എൻ്റെത്. അപ്പൊ അത് ഏറ്റവും ടോപ്പിൽ വന്നു. അപ്പൊ അതുകൊണ്ട് ആ സെർച്ച് കീയുടെ ഉപയോഗം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതുപോലെ നമ്മള് നമ്മുടെ വീഡിയോന് ഒരു സെർച്ച് കീ ഉണ്ടാക്കിയിട്ട് ആ സെർച്ച് കീ അയച്ചു കൊടുത്തിട്ട് ആണ് നമ്മൾ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർ കാണുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ആര് സെർച്ച് ചെയ്താലും നമ്മുടെ വീഡിയോസ് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂസ് നമ്മുടെ വീഡിയോസിന് കിട്ടും. എപ്പോഴും യൂട്യൂബിൽ ഓർഗാനിക് വ്യൂസ് ആണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഓർഗാനിക് വ്യൂസിൽ നമ്മുടെ ചാനൽ വന്നാലേ നമുക്ക് ഇതൊരു വൈറലായി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പിന്നെ ഇനി മുതൽ വീഡിയോസിന്റെ ലിങ്കോ അല്ലെങ്കിൽ ചാനലിന്റെ പേരോ അയച്ചു കൊടുക്കാതെ പകരം ഈ വീഡിയോന്റെ സെർച്ച് കീ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.